ഏവർക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളാണുള്ളത്. അതിൽ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സ്വഭാവ സവിശേഷതകളും ഉണ്ട്. എങ്കിലും പൊതുഫലം എല്ലാവർക്കും തുല്യമാണെന്നിരിക്കലും ജനനസമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നതുമാണ്. ചില നക്ഷത്രക്കാരായ കുട്ടികൾ ജനിക്കുന്നതിലൂടെ തന്നെ മാതാപിതാക്കന്മാർക്ക് വളരെയധികം യശസ്, ശ്രേഷ്ഠമായ ജീവിത സാഹചര്യത്തിലേക്ക് ഒരു ഉന്നതിയൊക്കെ ഉണ്ടാകുന്നതാണ്. നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, ചില കുട്ടികളുടെ ജനനത്തോടു കൂടി ഏറ്റവും ദുരവസ്ഥയിൽ ഇരുന്ന കുടുംബത്തിലെ അംഗങ്ങൾ ആയ മാതാപിതാക്കൾ പിന്നീട് വളരെയധികം കോടീശ്വര യോഗത്തിലേക്ക് അല്ലെങ്കിൽ കോടീശ്വരർ അതിസമ്പന്നരായി മാറിയിട്ടുള്ളത്. അത് ഈ കുട്ടികളുടെ ജനന സമയത്തിൻ്റെ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെയൊക്കെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ജനന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവം ഓരോ നക്ഷത്രത്തിനനുസരിച്ച് എല്ലാവർക്കും ഒരുപോലെ ആണെന്നിരുന്നാലും ജനന സമയത്തിൻ്റെ പ്രത്യേകത മറ്റൊരു എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. കോടീശ്വര യോഗം നൽകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ പിറക്കുന്ന കുട്ടികൾ ജനിക്കുന്നതോടുകൂടി ആ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ ശ്രേഷ്ഠമായ ഒരു സമയം പിന്നീട് തുടങ്ങുകയാണ്. അത്രയ്ക്ക് അതിസമ്പന്ന യോഗമാണ് ഈ കുട്ടികളുടെ ജനനത്തോടു കൂടി മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. എല്ലാ കുട്ടികളും ദൈവത്തിൻ്റെ വരദാനമാണ്. എല്ലാ കുട്ടികളും മാതാപിതാക്കന്മാർക്ക് അനുഗ്രഹം ഒക്കെ തന്നെയാണ്. എന്നാലും ചില നക്ഷത്രക്കാർ കുട്ടികളായി ജനിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചില നക്ഷത്രത്തിൽ പിറന്ന കുട്ടികൾ ജനിക്കുന്നതിലൂടെ വളരെയധികം സമ്പന്നതയിലേക്ക് ആ മാതാപിതാക്കന്മാർ എത്തിച്ചേരും. കാരണം ആ കുട്ടികളുടെ ജനന സമയത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ കുറച്ച് നക്ഷത്രക്കാരുണ്ട് അതിസമ്പന്ന യോഗം ജന്മനാ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ജനനത്തോടെ മാതാപിതാക്കന്മാർ അതിസമ്പന്നരായി തന്നെ വാഴുകയും ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്കായി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നോക്കാം ആ നക്ഷത്രക്കാരായ കുട്ടികൾ ആരൊക്കെയെന്ന്. ആദ്യത്തെ നക്ഷത്രം 27 നക്ഷത്രങ്ങളിലും ആദ്യത്തെ നക്ഷത്രമായ അശ്വതി തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരായത് ആൺകുഞ്ഞ് ജനിച്ചാലും പെൺകുഞ്ഞ് ജനിച്ചാലും മാതാപിതാക്കൾക്ക് വീടിന് വളരെയധികം ഭാഗ്യവുമായിട്ടാണ് ഇവരുടെ പിറവി. അശ്വതി നക്ഷത്രം വളരെയധികം ഭാഗ്യം നിറഞ്ഞൊരു നക്ഷത്രമാണ്. എല്ലാ മേഖലകളിലും പ്രാവീണ്യം നേടിയെടുക്കാനുള്ള ഒരു ഭാഗ്യം ജന്മനാ തന്നെ ഈ കൂട്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. കഷ്ടകാലമൊക്കെ മാറി നല്ല കാലം തുടങ്ങും. അശ്വതി നക്ഷത്രത്തിൽ പിറക്കുന്ന കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി ആ ഒരു ഗൃഹം, കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി വന്നു ചേരും, ഐശ്വര്യം വന്നു ചേരും. പിണങ്ങി നിൽക്കുന്ന ആളുകൾ വരെ ഈ കുട്ടികളുടെ ജനനത്തോടു കൂടി ഒന്നാകുന്നതാണ്. ചില പ്രണയബന്ധങ്ങളൊക്കെ നടത്തി അതിലൂടെ പല വിധത്തിലുള്ള അകൽച്ചകൾ കുടുംബത്തിലൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിലൂടെ, അതായത് അശ്വതി നക്ഷത്രത്തിലുള്ള ഒരു ആൺകുഞ്ഞാകാം പെൺകുഞ്ഞാകാം, ആ കുട്ടിയുടെ ജനനത്തോടു കൂടി അകൽച്ചയൊക്കെ മാറുന്നതാണ്. കൂടാതെ അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ദുരവസ്ഥകളൊക്കെയും മാറി വളരെയധികം സമ്പന്നതയിലേക്ക് എത്താൻ ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള ഇതിൻ്റെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അതിൻ്റെതായ ഏറ്റവും അധികം അടുത്ത ബന്ധുക്കൾക്കൊക്കെയും സാധിക്കുന്നതാണ്. കുടുംബത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്, വളരെയധികം നേട്ടം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കും ഒരു സമ്പത്തിൻ്റെ, ഒരു സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു കളിയാടലായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുഞ്ഞ് ഒരു ഗൃഹത്തിലേക്ക് പിറവിയെടുക്കുന്നതിലൂടെ. അതിസമ്പന്ന യോഗം ജന്മനാ തന്നെ ഭഗവാൻ കരുതി നൽകിയിട്ടുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി. അടുത്ത മറ്റൊരു നക്ഷത്രമായി പറയാനുള്ളത് ഭരണിയെക്കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാരും ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഒരുപാട് നീളമൊന്നും വെക്കാത്ത ഒരു പ്രത്യേകമായ ഒരു ഉരുണ്ട ശരീരപ്രകൃതം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു ശരീരപ്രകൃതിയൊക്കെ ആയിരിക്കും. ആർക്ക് കണ്ടാലും ഇഷ്ടം തോന്നുന്ന, ആർക്കൊരു വാത്സല്യം തോന്നുന്ന ഒരു കുഞ്ഞായിട്ടായിരിക്കും അതിൻ്റെ ജനനം. അത്രത്തോളം മുഖത്ത് നോക്കിയാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രത്തോളം ചൈതന്യവത്തായ ശോഭ ഒക്കെയുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഭരണി നക്ഷത്രത്തിൽ പിറക്കുന്നത്. അവരുടെ പിറവിയോടുകൂടി മാതാപിതാക്കൾക്ക് ഭാഗ്യമുണ്ടാകും, ഉയർച്ചയുണ്ടാകും. അതുവരെ ജോലിയൊക്കെ ഇല്ലാതിരുന്നവരാണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് അതിന് ശേഷം ഉത്തമമായ ജോലി, സമ്പത്ത്, സമ്പാദ്യം, നേട്ടങ്ങൾ, ആദരവ് ഇതൊക്കെയും ലഭിക്കുന്നതാണ്. കാരണം കോടീശ്വര യോഗം ജന്മനാ തന്നെ അവരിൽ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ഏറെ ഗുണങ്ങളുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഭരണി. എല്ലാവിധ മേഖലകളിലും അഗ്രഗണ്യരായ ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഭരണി നക്ഷത്രക്കാർ.
അപ്പോൾ എല്ലാ കാര്യത്തിലും മുന്നേ തന്നെ അവർക്കൊരു അറിവ് കുട്ടികൾക്ക് തന്നെ ഉണ്ട്. നമ്മൾ പറയാറുണ്ട് ചില കുട്ടികളുടെ രീതികളൊക്കെ കാണുമ്പോൾ ഏത് കാര്യത്തിലും വളരെയധികം പ്രാവീണ്യം അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് വലിയവരെ തട്ടിച്ചു നോക്കുമ്പോൾ. അത്തരത്തിൽ വളരെയധികം നേട്ടവും വളരെയധികം ബുദ്ധി വൈഭവവും കാഴ്ചവെക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാരായ കുട്ടികൾ. ഇവർ ജനിക്കുന്നതോടുകൂടി മാതാപിതാക്കൾക്ക് വളരെയധികം ഉന്നതമായ ശമ്പള വർധനവോടുകൂടിയുള്ള ജോലി, അതുവരെ ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്നവരാണെങ്കിൽ പോലും ജോലി ലഭിക്കുന്നതാണ്. എല്ലാവിധ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. അത്രത്തോളം ഭാഗ്യം ചെയ്ത നക്ഷത്രമാണ് ഭരണി. മകം നക്ഷത്രമാണ് മൂന്നാമത്തതായി പറയാനുള്ള. മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായി ജനിക്കുന്നവരാണ് മകം നക്ഷത്രക്കാരായ കുട്ടികൾ. ഇവർ ജനിക്കുന്നതിലൂടെ കുടുംബത്തിൻ്റെ എല്ലാവിധ ദുരവസ്ഥകളും മാറി, ബുദ്ധിമുട്ടുകളും മാറി, ശ്രേഷ്ഠതയും അംഗീകാരവും ആ കുടുംബത്തിന് വന്നു ചേരുന്നതാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ അതിനു മുന്നേ ഉണ്ടോ അതൊക്കെയും നിമിഷ നേരം കൊണ്ട്, അതായത് മകം നക്ഷത്രത്തിൽ പിറന്ന ഒരു കുട്ടി ഭൂജാതനായി കഴിയുന്നതോടുകൂടി ആ കുടുംബം തന്നെ ആ ജീർണ അവസ്ഥയിൽ നിന്ന് മാറുകയാണ്. അത്രത്തോളം അതിസമ്പന്ന യോഗം ജന്മനാ ഉണ്ട്. സാമ്പത്തികമായി അല്ലാതെയും വളരെയധികം നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ ബുദ്ധിവൈഭവം കൊണ്ടായാലും കഴിവുകൾ കൊണ്ടായാലും സൗന്ദര്യം കൊണ്ടായാലും ആ ശോഭ കൊണ്ടായാലും മറ്റുള്ളവരുടെ ഒരു നോട്ടം, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള പറച്ചിലുകൾ, ഇതിനൊക്കെയും അർഹരാകുന്ന ഒരു കൂട്ടരു കൂടിയാണ് മകം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇവർ ജനിക്കുന്ന ആ ഒരു ഗൃഹത്തിന് ഇവരുടെ ജനന ശേഷം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭാഗ്യ വർധനവ് ഇവർ നിമിത്തം തന്നെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ മക്കളായി ജനിച്ചാൽ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ മക്കൾ ജനിക്കുന്നതോടെ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ്. ഉത്രം നക്ഷത്രമാണ് അടുത്തതായി പറയാനുള്ളത്, നാലാമത്തെ നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാരായ ആളുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതോടെ അവരുടെ പിറവിയോടുകൂടി കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലയിൽ വളരെയധികം മാറ്റം ഉണ്ടാകുന്നതാണ്. അതുവരെ അധപതനത്തിൻ്റെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആകെ ദുരവസ്ഥ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിമുട്ടിയിരുന്ന അവസ്ഥയാണെങ്കിൽ പോലും മകം, ഉത്രം നക്ഷത്രം തുടങ്ങിയ ഈ നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾ പിറവിയെടുക്കുന്നതോടുകൂടി ആ കുടുംബത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നതാണ്. മാതാപിതാക്കളെ അതിസമ്പന്നതയിലേക്ക് എത്തിക്കാൻ ഉത്രം നക്ഷത്രത്തിൽ പൂജാതനായ ഒരു കുഞ്ഞ്, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അവരുടെ ജനനത്തോടെ സാധ്യമാകുന്നതാണ്. ഇവർ ജനിക്കുന്നതിന് ശേഷം സ്വന്തമായി ഒരു വീടുണ്ടാക്കിയെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. അതും ആഡംബരപൂർണ്ണമായ വളരെയധികം ശോഭയേറിയ ഒരു ഗൃഹം സ്വന്തമാക്കാൻ സാധിക്കും. തുടങ്ങി എല്ലാവിധ ചുറ്റുപാടുകളും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിസമ്പന്ന യോഗം തന്നെയല്ലേ ആ കുഞ്ഞുങ്ങൾ ആ മാതാപിതാക്കൾക്ക് നൽകിയത്. എല്ലാ കുട്ടികളുടെയും ജന്മം ഭാഗ്യം തന്നെയാണ്. എന്നാലും ചില നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ഒരു യോഗം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ജനനശേഷം അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ മാതാപിതാക്കൾക്ക്, അവരുടെ മുത്തശ്ശനും മുത്തശ്ശിക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊക്കെയും ഒരു മാറ്റം ഈ കുഞ്ഞ് കൊണ്ടുവരുമെന്നത്. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനം കൂടുതലായിരിക്കും, ഭാഗ്യം കൂടുതലായിരിക്കും. ഒരു കടാക്ഷം, എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ദൃഷ്ടി എല്ലാവരിലും ഉള്ളതിനേക്കാൾ ഏറെ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരോട് ഭഗവാൻ അല്പം കൃപ അല്ലെങ്കിൽ അല്പം വാത്സല്യം കൂടുതലായിരിക്കും. അതവർക്ക് ഭാഗ്യമായി മാറുകയും അവർ ജനിച്ച് ആ ഭൂമിയിലേക്ക് വീണതിന് ശേഷം അവരെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ അച്ഛനമ്മമാർക്ക്, അവരുടെ സഹോദരങ്ങൾക്ക്, അവരുടെ മുത്തശ്ശനും മുത്തശ്ശിക്ക്, അവരെ ചുറ്റുമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെയും അതിൻ്റെ ഭാഗ്യം പ്രതിഫലനം ചെയ്യുകയും ചെയ്യും. ഇതാണ് മാതാപിതാക്കൾക്ക് ഇത്രത്തോളം ഭാഗ്യവും നേട്ടവും ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നക്ഷത്രക്കാരല്ല എല്ലാ നക്ഷത്രക്കാരും ഭാഗ്യശാലികളാണ്. എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ഒരു അതിസമ്പന്ന യോഗം ഭഗവാൻ എഴുതി നൽകിയിട്ടുണ്ട്.